ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 3 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്ന ഒരു എക്സ്പെൻസാണ് സാലറി എന്ന് പറയുന്നത്. ആ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായേക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തതുപോലെ തന്നെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അറൈവ് അറ്റ് ദ എമൗണ്ട് ഓഫ് സാലറി ടു ബി ഡെബിറ്റഡ് ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31 മാർച്ച് 2024. 31 മാർച്ച് 2024 പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ സൈഡാണ്. ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട സാലറിയുടെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ, ഈ വർഷം കൊടുത്ത ടോട്ടൽ സാലറി 18,000 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. സാലറി അൺപെയ്ഡ് ഓൺ 31 മാർച്ച് 2024, ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ സാലറി അൺപെയ്ഡ് ഉണ്ട്, സാലറി ഇനിയും കൊടുക്കാനുണ്ട്, 5,500 രൂപയാണ്. ദെൻ സാലറി അൺപെയ്ഡ് ഓൺ 1 ഏപ്രിൽ 2023, ഈ വർഷത്തിൻ്റെ ഓപ്പണിങ്ങിൽ 2023 ഏപ്രിൽ 1 7,400 ദെൻ പിന്നീട് പറഞ്ഞിരിക്കുന്നത് സാലറി പ്രീപെയ്ഡ് ഓൺ 1 ഏപ്രിൽ 2023, 1 ഏപ്രിൽ 2023 സാലറി പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ട്, മുന്നേ സാലറി കൊടുത്തിട്ടുണ്ട്, 4,300 രൂപയാണ്. 1 ഏപ്രിൽ 2023 പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അത് ഈ വർഷത്തതായിരിക്കും, നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ദെൻ സാലറി പ്രീപെയ്ഡ് ഓൺ 31 മാർച്ച് 2024, 2024 മാർച്ച് 31 സാലറി പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ട്, 5,700 രൂപയാണ്. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത വർഷത്താണ്, നമ്മൾ ലെസ് ചെയ്യേണ്ട ഒരു എമൗണ്ടാണ്, ലെസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇതിൽ സൊല്യൂഷൻസ് തൊട്ട് താഴെയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ സൊല്യൂഷനിലേക്ക് വരാം. സാലറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ എഴുതുന്നു സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ, ഈ വർഷം ടോട്ടലായിട്ട് കൊടുത്തിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് 18,000 രൂപയാണ്. ദെൻ ആഡ് സാലറി അൺപെയ്ഡ് ഓൺ 31 മാർച്ച് 2024, 2024 മാർച്ച് 31 സാലറി ഇനിയും കൊടുക്കാനുണ്ട്, അൺപെയ്ഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഈ വർഷത്തെ സാലറി ആയിട്ട് വരേണ്ട എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, ആഡ് ചെയ്തിരിക്കണം. ആഡ് സാലറി അൺപെയ്ഡ് ഓൺ 31 മാർച്ച് 2024 5,500. ദെൻ പിന്നീട് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് സാലറി പ്രീപെയ്ഡ് ഓൺ 1 ഏപ്രിൽ 2023. 1 ഏപ്രിൽ 2023 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഓപ്പണിംഗ് ഡേറ്റിൽ പ്രീപെയ്ഡ് ആയിട്ട് സാലറി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഈ വർഷത്തെ സാലറിയാണ്, തീർച്ചയായും നമ്മളത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 4,300 ആണ് എമൗണ്ട് വരുന്നത്. അങ്ങനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 9,800 ആണ് ആഡ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട്. ദെൻ പിന്നീട് ലെസ് ചെയ്യേണ്ട ഐറ്റത്തിലേക്ക് വരാം. സാലറി പ്രീപെയ്ഡ് ഓൺ 31 മാർച്ച് 2024, സാലറി പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിൽ സാലറി മുന്നേ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത വർഷത്തെ സാലറി ആയിരിക്കും. ഈ വർഷത്തെ സാലറി കാണുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്തിരിക്കണം. പിന്നീട് പറയുന്നത് ലെസ് സാലറി അൺപെയ്ഡ് ഓൺ 1 ഏപ്രിൽ 2023 ആണ്. 1 ഏപ്രിൽ 2023 സാലറി കൊടുക്കാനുണ്ട്, ആ സാലറി കൂടെ നമ്മൾ ഈ വർഷം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ വർഷത്തെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ഈ വർഷത്തത് കണ്ടുപിടിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് 7,400 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ കൊടുത്തിട്ടുള്ള എമൗണ്ട് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആഡും ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ലെസ്സും ചെയ്ത് കഴിഞ്ഞാൽ സാലറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് 14,700 രൂപയാണ്. അപ്പോൾ 14,700 രൂപയാണ് 31 മാർച്ച് 2024 പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ സാലറി എന്ന് പറയുന്ന ഒരു ഐറ്റം, സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റേഷനറി കൺസ്യൂംഡ്, നമ്മൾ എത്ര സ്റ്റേഷനറി കൺസ്യൂം ചെയ്തിട്ടുണ്ട് ആ ഒരു എമൗണ്ട് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട സ്റ്റേഷനറിയുടെ എമൗണ്ട് കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യനിൽ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമുക്ക് തന്നിട്ടുണ്ട് 700 രൂപയാണ്. എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഈ വർഷം ടോട്ടലായിട്ട് നമ്മൾ 2024 ടോട്ടലായിട്ട് പെയ്ഡ് ചെയ്ത സ്റ്റേഷനറിയുടെ എമൗണ്ട് തന്നിട്ടുണ്ട് 1450 രൂപയാണ്. ദെൻ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റിലുള്ള ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി തന്നിട്ടുണ്ട് 250 രൂപയാണ്. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 31 ഡിസംബർ 2024 175 തന്നിട്ടുണ്ട്. ദെൻ അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റിൽ അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി 170 രൂപയാണ്. ദെൻ അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31 ഡിസംബർ 2024 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിൽ അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി തന്നിട്ടുണ്ട് 75 രൂപയാണ്. ദെൻ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആണ് 125 രൂപയാണ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 31 ഡിസംബർ 2024 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണ് സ്റ്റേഷനറി ഐറ്റം കൺസ്യൂം ചെയ്തതായിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട എമൗണ്ട് എത്രയാണ്, സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര എമൗണ്ടിൻ്റെ സ്റ്റേഷനറി ആണോ നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്നത് ആ കൺസ്യൂം ചെയ്തിരിക്കുന്നത് മാത്രമേ ആ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരുപാട് എമൗണ്ടിന് വാങ്ങിയിട്ടുണ്ടാവും, കടമായിട്ട് വാങ്ങിയിട്ടുണ്ടാവും, നമ്മുടെ കയ്യിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉണ്ടാവും സ്റ്റേഷനറി. അപ്പോൾ നമ്മൾ ഈ വർഷം എത്ര എമൗണ്ടിന് അത് കൺസ്യൂം ചെയ്തിട്ടുണ്ട് ആ കൺസ്യൂം ചെയ്തത് മാത്രമേ ഈ വർഷത്തെ എക്സ്പെൻഡിച്ചറായിട്ട് നമ്മൾ പറയാൻ പാടുള്ളൂ. അപ്പോൾ എത്ര എമൗണ്ട് ആണ് കൺസ്യൂം ചെയ്തത് എന്ന് കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ടോട്ടലായിട്ട് നമ്മൾ ഈ വർഷം സ്റ്റേഷനറിക്ക് വേണ്ടി പെയ്ഡ് ചെയ്ത എമൗണ്ട് 1450 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ 1450 രൂപയുടെ സ്റ്റേഷനറി നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റേഷനറി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. കാരണം ആ ഒരു ഓപ്പണിംഗ് ഡേറ്റിലുള്ള സ്റ്റേഷനറി കൂടെ നമ്മൾ ഈ വർഷം ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന സ്റ്റേഷനറിയാണ്. അപ്പോൾ നമുക്ക് 700 രൂപയാണ് ആ ഒരു എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. പിന്നീട് ആഡ് ചെയ്യേണ്ട മറ്റൊരു ഐറ്റമാണ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 31 ഡിസംബർ 2024 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഉണ്ട്. നമ്മൾ സ്റ്റേഷനറി കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്, ആർക്കോ നമ്മൾ സ്റ്റേഷനറിയുടെ എമൗണ്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ കടമായിട്ട് 175 രൂപയുടെ സ്റ്റേഷനറി നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ വർഷം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതായിരിക്കും ആഡ് ചെയ്യുക. ദെൻ ആഡ് അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഓൺ 1 ജാനുവരി 2024 ഈ വർഷത്തിൻ്റെ ഓപ്പണിങ്ങിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് സ്റ്റേഷനറിക്ക് വേണ്ടി എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് 2024 വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേഷനറിക്കാണ് നമ്മൾ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 170 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ടോട്ടലായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവേണ്ട സ്റ്റേഷനറി എന്ന് പറയുന്നത് 2495 രൂപയുടെ സ്റ്റേഷനറി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും, ഈ വർഷം ഉപയോഗിക്കാൻ വേണ്ടി അവൈലബിൾ ആയിരിക്കും. ദെൻ അതിൽ നിന്നും ലെസ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 1 ജാനുവരി 2024 ഈ വർഷത്തിൻ്റെ ഓപ്പണിങ്ങിൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഉണ്ടായിരുന്നു, സ്റ്റേഷനറിയുടെ എമൗണ്ട് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ടായിരുന്നു. അത് ഓപ്പണിംഗ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ ലെസ് ചെയ്യണം. 250 രൂപയുടെ സ്റ്റേഷനറി കഴിഞ്ഞ വർഷത്തെ സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്ത എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റേഷനറി കടമായിട്ട് വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് നമ്മൾ ലെസ് ചെയ്യണം. Then less advance paid for stationery on 31 December 2024 2024 ഡിസംബർ 31 നമ്മൾ സ്റ്റേഷനറിക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് 2025 വേണ്ടിയിട്ടുള്ള സ്റ്റേഷനറിക്ക് വേണ്ടിയായിരിക്കും. 2024 സ്റ്റേഷനറി കൺസ്യൂംഡ് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്തിരിക്കണം, 75 രൂപയാണ്.
ദെൻ ലെസ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 31 ഡിസംബർ 2024. നേരത്തെ നമ്മൾ 2495 രൂപയുടെ മൊത്തം സ്റ്റേഷനറി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ വർഷത്തതുമായിട്ട് ബന്ധപ്പെട്ടതും ഇനി വരാൻ വേണ്ടി പോകുന്ന വർഷത്തെ സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ട എമൗണ്ടുകളും നമ്മൾ ലെസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 31 ഡിസംബർ 2024 നമ്മുടെ കയ്യിൽ ബാലൻസ് സ്റ്റേഷനറി ഉണ്ട്. അതാണ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ക്ലോസിംഗ് സ്റ്റേഷനറി നമ്മുടെ കയ്യിലുണ്ട് 125 രൂപ. അങ്ങനെ ആ ഒരു 125 രൂപയെ കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2045 രൂപയാണ് കിട്ടുക. ഈ 2045 രൂപയുടെ സ്റ്റേഷനറി ആയിരിക്കും നമ്മൾ ഈ വർഷം കൺസ്യൂം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2495 രൂപ എമൗണ്ടിന് വരുന്ന സ്റ്റേഷനറി നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആ സ്റ്റേഷനറിയിൽ 250 രൂപയുടെ സ്റ്റേഷനറി കഴിഞ്ഞ വർഷത്തതുമായി ബന്ധപ്പെട്ടതാണ്. 75 രൂപയുടെ സ്റ്റേഷനറി അടുത്ത വർഷത്തെ സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബാലൻസ് 125 രൂപയുടെ സ്റ്റേഷനറി ഓൾറെഡി നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ഈ കയ്യിൽ ബാലൻസ് ഉള്ളത് കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയായിരിക്കും നമ്മൾ ഈ വർഷം കൺസ്യൂം ചെയ്തിട്ടുണ്ടാവുക. 2045 രൂപയാണ് ഈ വർഷം നമ്മൾ സ്റ്റേഷനറി ഐറ്റമായിട്ട് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. ഈ കൺസ്യൂം ചെയ്ത 2045 രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡായിട്ടുള്ള എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റേഷനറിയുടെ എമൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ കൃത്യമായിട്ടൊന്ന് നോക്കുക. സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നേരത്തെ നമ്മൾ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്, സാലറിയുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു ഐറ്റമാണ് സ്റ്റേഷനറി ഐറ്റം കൺസ്യൂംഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ 2024. 2024 വരക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട സ്റ്റേഷനറിയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, അതിൽ എമൗണ്ടുകളിൽ മാത്രമേ മാറ്റങ്ങളുള്ളൂ. ആദ്യമായിട്ട് എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി കൊടുത്തിട്ടുണ്ട്. ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് 2000 ആണ്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കൊടുത്തിട്ടുണ്ട് 1/1/2024 ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഓപ്പണിംഗ് സ്റ്റേഷനറിയാണ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ് 250. അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി കൊടുത്തിട്ടുണ്ട് 31 ഡിസംബർ 2024. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 31 ഡിസംബർ 2024 ആ ഒരു സമയത്ത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് സ്റ്റേഷനറിക്ക് വേണ്ടി പെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്കുള്ള സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ഡിസംബർ 2023. കഴിഞ്ഞ വർഷം 2023 ഡിസംബറിൽ അഡ്വാൻസ് ആയിട്ട് സ്റ്റേഷനറിക്ക് വേണ്ടി പെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് 2024 വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഐറ്റം ആഡ് ചെയ്യണം. ദെൻ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി കൊടുത്തിട്ടുണ്ട്. ഓപ്പണിങ്ങിലെയും ക്ലോസിംഗ് ഡേറ്റിലെയും ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി കൊടുത്തിട്ടുണ്ട്. 31 ഡിസംബർ 2024 സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റേഷനറി ആണെന്നുള്ളത് ഓർത്ത് വെക്കുക, 325 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം 2000 രൂപയാണ്. ദെൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ലെസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ സ്റ്റേഷനറി ആയിട്ട് കാണിക്കേണ്ടത്. അതിൽ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്ന ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആണ്, 250 ആണ്. നമ്മൾ ഈ വർഷം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം 2000 രൂപ സ്റ്റേഷനറിക്ക് വേണ്ടി പെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റേഷനറി ആയിട്ട് 250 രൂപയുടെ ഓപ്പണിംഗ് സ്റ്റേഷനറി നമ്മുടെ കയ്യിലുണ്ട്. ദെൻ അഡ്വാൻസ് പെയ്ഡ് ഡ്യൂറിങ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേഷനറിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഈ വർഷം സ്റ്റേഷനറി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വർഷം സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 400 രൂപ ഇതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദെൻ ആഡ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 31 ഡിസംബർ 2024. 2024 31 ഡിസംബറിൽ സ്റ്റാൻഡിങ് സ്റ്റേഷനറി ഉണ്ട് 500 രൂപ. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിലാണ്, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. 31 ഡിസംബർ 2024 ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3150 രൂപയാണ് നമുക്ക് കിട്ടുന്നത്.
ആദ്യമായിട്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ലെസ് ചെയ്യുന്നു 325 ദെൻ അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഉണ്ട്. ഈ വർഷത്തെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത വർഷത്തേക്ക് സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ദെൻ ലെസ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 1/1/2024 അത് കഴിഞ്ഞ വർഷത്തതാണ്. ആ കഴിഞ്ഞ വർഷത്തത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 2325 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഈ കിട്ടുന്ന 2325 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡായിട്ടുള്ള എക്സ്പെൻഡിച്ചർ സൈഡിൽ സ്റ്റേഷനറിയുടെ എമൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു 2 ക്വസ്റ്റ്യനിലൂടെ കൃത്യമായിട്ട് ആ ഒരു സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന മറ്റൊരു അഡ്ജസ്റ്റ്മെൻ്റാണ് ക്രിക്കറ്റ് ഫണ്ട് അല്ലെങ്കിൽ ടൂർണമെൻറ്റ് ഫണ്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ എങ്ങനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും അതുപോലെ ബാലൻസ് ഷീറ്റിലൊക്കെ എടുക്കേണ്ടതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഷോ ഹൗ ദ ഫോളോയിങ് ഐറ്റംസ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. താഴെ തന്നിരിക്കുന്ന ഐറ്റംസ് എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ക്രിക്കറ്റ് ഫണ്ട് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് ആണ് 12,000. ദെൻ ക്രിക്കറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഡെബിറ്റ് സൈഡിൽ 12,000 റുപ്പീസാണ്. ഇൻട്രസ്റ്റ് ഓൺ എബവ് റിസീവ്ഡ് 1,200 റുപ്പീസ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസസ് 1,800 രൂപയാണ്. ഇത്രയും ഐറ്റംസാണ് തന്നിരിക്കുന്നത്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുന്ന ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ തന്നിരിക്കുന്ന ഐറ്റംസ് എങ്ങനെയാണ് ആ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുക എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റൊക്കെ വരച്ച് ഈ ഓരോ ഐറ്റംസും ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് അപ്പിയർ ചെയ്യുക എന്നുള്ളത് കാണിക്കാം. അതിൽ ക്രിക്കറ്റ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ക്ലബിൻ്റെ ലാബിലിറ്റിയാണ് ക്രിക്കറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലാബിലിറ്റി സൈഡിലേക്ക് നമ്മൾ കാണിക്കേണ്ട ഐറ്റമാണ് ക്രിക്കറ്റ് ഫണ്ട് 12,000. ദെൻ ആ ഒരു ക്ലബിന് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് 1,200 രൂപ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു ക്ലബിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് കൂടെ അതൊരു ഇൻകമാണ്. ആ ഇൻട്രസ്റ്റ് കൂടെ എന്തായിട്ട് വരേണ്ടതാണ്, ലാബിലിറ്റി സൈഡിലേക്ക് കാണിക്കേണ്ടതാണ്. ഓക്കെ, ക്രിക്കറ്റ് ഫണ്ടായിട്ടുള്ള 12,000ൻ്റെ കൂടെ ആഡ് ഇൻട്രസ്റ്റ് ഇൻകം ആഡ് ചെയ്യുക 1,200 അങ്ങനെ 13,200 രൂപ കിട്ടും. നെക്സ്റ്റ് വരുന്നത് ക്രിക്കറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ക്രിക്കറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിക്കറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 12,000 റുപ്പീസ് എന്താണ്, ഒരു അസറ്റാണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നീട് വരുന്നത് ക്രിക്കറ്റ് എക്സ്പെൻസസ് ആണ്. നേരത്തെ നമ്മൾ ലാബിലിറ്റി സൈഡിൽ ക്രിക്കറ്റ് ഫണ്ടിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻകം ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്ത എമൗണ്ടിൽ നിന്നും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസസ് നമ്മൾ ലെസ് ചെയ്യണം. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,800 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ലാബിലിറ്റി സൈഡിൽ 11,400 രൂപയാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. ദെൻ അസറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ക്രിക്കറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 12,000. ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ദെൻ താഴെ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഷോ ഹൗ ദ ഫോളോയിങ് ഐറ്റംസ് വിൽ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ക്ലബ്ബ്. ഒരു ക്ലബിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് താഴെ തന്നിരിക്കുന്ന ഐറ്റംസ് എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട് ഉണ്ട്, 25,000 രൂപയാണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് 25,000. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് 1,500. പ്രൈസസ് ഡിസ്ട്രിബ്യൂട്ടഡ്. നേരത്തെ നമ്മൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് പറഞ്ഞ അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റിയാണ്. ആ ലാബിലിറ്റിയുടെ കൂടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻകംസ് ഉണ്ടെങ്കിൽ ആ ഇൻകം ആഡ് ചെയ്യണം. ദെൻ ഇൻകം ആഡ് ചെയ്യുകയും ദെൻ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട് 25,000 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്. 1,500 രൂപ ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ദെൻ പ്രൈസസ് ഡിസ്ട്രിബ്യൂട്ടഡ്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്ലബ്ബ് പ്രൈസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു ക്ലബിന് 1,000 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ആ ഒരു 1,000 രൂപ നമ്മൾ ലാബിലിറ്റി സൈഡിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കണം. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 25,500 രൂപയാണ് ലാബിലിറ്റി സൈഡിലേക്ക് വരുന്നത്.
ദെൻ അസറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലേക്ക് കാണിക്കേണ്ട ഐറ്റാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇത്രയാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ഫോർമാറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവിടെ ക്രിക്കറ്റ് ഫണ്ട് ആണെങ്കിൽ ഇവിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട് ആയിട്ടുണ്ട് എന്നുള്ളത് മാത്രം. ഓക്കെ, ദെൻ പിന്നീടാണ് തൊട്ട് താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹൗ വിൽ യു ഡീൽ വിത്ത് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ട്രയൽ ബാലൻസ് ഓഫ് എ സ്പോർട്സ് ക്ലബ് വൈൽ പ്രിപ്പയറിംഗ് ഇറ്റ്സ് ഫൈനൽ അക്കൗണ്ട്. ഒരു സ്പോർട്സ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുന്ന ട്രയൽ ബാലൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ട്രയൽ ബാലൻസിൽ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് എങ്ങനെയാണ് ഒരു ഫൈനൽ അക്കൗണ്ട്, ആ ഒരു ക്ലബിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാണിക്കേണ്ടത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നേരത്തെയുള്ള ക്വസ്റ്റ്യനുകളിലൊക്കെ ട്രയൽ ബാലൻസ് തന്നെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ മാച്ച് ഫണ്ട് തന്നിട്ടുണ്ട് 8,000 ആണ്. മാച്ച് ഫണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 288 ആണ്. മാച്ച് എക്സ്പെൻസസ് 550, മാച്ച് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 7,200, മാച്ച് ഫണ്ട് ബാലൻസ് 350. അപ്പോൾ നേരത്തെ ഇതുപോലെയുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലില്ലാത്ത ഒരു ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്, മാച്ച് ഫണ്ട് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം. ഈ ഐറ്റം എങ്ങനെയാണ് എടുക്കുക? ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എടുക്കേണ്ടത്. മാച്ച് ഫണ്ട് ബാലൻസ് എവിടെയാണ്, ലാബിലിറ്റി സൈഡിലാണോ അസറ്റ് സൈഡിലാണോ എടുക്കേണ്ടതെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലാബിലിറ്റി സൈഡിൽ മാച്ച് ഫണ്ട് നമ്മൾ എടുക്കണം. ദെൻ ആ മാച്ച് ഫണ്ടിൻ്റെ കൂടെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഇവിടെ മാച്ച് ഫണ്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ആഡ് മാച്ച് ഫണ്ട് ഇൻട്രസ്റ്റ് ഒരു ഇൻകാണ്. ദെൻ ലെസ് മാച്ച് എക്സ്പെൻസസ് 550 ആണ്. അങ്ങനെ മാച്ച് ഫണ്ടിൻ്റെ കൂടെ മാച്ച് ഫണ്ട് ഇൻട്രസ്റ്റും ആഡ് ചെയ്യുകയും മാച്ച് എക്സ്പെൻസസ് ലെസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് ലാബിലിറ്റി സൈഡിലേക്ക് കാണിക്കേണ്ടത്. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ മാച്ച് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അസറ്റ് സൈഡിലേക്ക് കാണിക്കുക. പിന്നീട് വരുന്ന മറ്റൊരു ഐറ്റമാണ് മാച്ച് ഫണ്ട് ബാലൻസ്. ആ മാച്ച് ഫണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. 350 റുപ്പീസാണ് മാച്ച് ഫണ്ട് ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. ആ ഒരു 350 റുപ്പീസ് ആ ഒരു ക്ലബിൻ്റെ അസറ്റായിട്ട് കാണിക്കാം. ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായി മാറി. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഇതുപോലെയുള്ള പ്രൈസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ക്രിക്കറ്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ മാച്ച് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ ഫണ്ടാണ്. നമ്മൾ നേരത്തെയൊക്കെ ക്യാപിറ്റൽ എന്നുള്ള ടേം ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതുപോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പഠിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ള ടേം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഫണ്ടും അതുപോലെ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിൻറ്റ്, ദ ടേം ഈസ് യൂസ്ഡ് ഇൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന ടേം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേം ആണെങ്കിൽ ദ ടേം ഈസ് യൂസ്ഡ് ഇൻ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനിലാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ക്യാപിറ്റലൈസ്ഡ് റെസീപ്റ്റ്സ്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലൈസ്ഡ് റെസീപ്റ്റ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ട്രേഡിംഗ് കൺസേൺസ്. ട്രേഡിംഗ് കൺസേൺസിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ്, അല്ലെങ്കിൽ എമൗണ്ടിന് തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ക്യാപിറ്റൽ ഫണ്ട് ആ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന് അവൈലബിൾ ആവുന്നില്ല, അല്ലെങ്കിൽ അവർക്കുള്ളതല്ല ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു ദ ഓണേഴ്സ് ഓഫ് ദ ട്രേഡിംഗ് കൺസേൺസ്. ട്രേഡിംഗ് കൺസേൺസിലെ ഓണേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അവസാനത്തെ പോയിൻറ്റ്, ഇറ്റ് കനോട്ട് ബി വിഡ്രോൺ ബൈ ദ മെമ്പേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന് ക്യാപിറ്റൽ ഫണ്ട് വിഡ്രോൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ക്യാപിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ബി വിഡ്രോൺ ബൈ ദ ഓണേഴ്സ് ഓഫ് ദ ട്രേഡിംഗ് കൺസേൺസ്. ട്രേഡിംഗ് കൺസേൺസിലെ ഓണേഴ്സിന് ക്യാപിറ്റൽ എന്ത് ചെയ്യാം, വിഡ്രോൺ ചെയ്യാം. ഈ 4 പോയിൻറ്റുകൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ക്യാപിറ്റൽ ഫണ്ടും ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻസ് ആണ്.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 10 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2-3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 10 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചേക്കാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ക്വസ്റ്റ്യനിൽ തരികയും അതിൻ്റെ കൂടെ സെർട്ടൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ കൂടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ട് നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫോളോയിങ് ആർ ദ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് മാംഗ്ലൂർ സ്പോർട്സ് ക്ലബ്ബ് മാംഗ്ലൂർ. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ കൂടെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ റൈറ്റ് സൈഡിലേക്ക് കാണാം. അഡ്ജസ്റ്റ്മെൻറ്റ്സുകളായിട്ട് 4 അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് റവന്യൂ നാച്ചുറൽ ഐറ്റംസ് മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കുന്നുള്ളൂ. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് കൺസേൺസ് എങ്ങനെയാണോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ഓരോ ഐറ്റംസ് ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. മാംഗ്ലൂർ സ്പോർട്സ് ക്ലബ്ബ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2024. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെയും അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളെയും ദെൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് എടുക്കേണ്ടതുണ്ടാവും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും. ദെൻ നിങ്ങളുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നിങ്ങൾ ഒരു പ്രാവശ്യം എടുത്താൽ മതി. അത് ഒന്നുകിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാവാം അല്ലെങ്കിൽ എന്താവാം നമ്മുടെ ബാലൻസ് ഷീറ്റിലാവാം. ഓക്കെ, അപ്പോൾ ഐറ്റംസ് എടുക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഐറ്റംസ് എടുക്കുക. ഏതെങ്കിലും ഐറ്റംസ് വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ദെൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും അതേ ഒരു ഓർഡറിൽ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, റവന്യൂ നാച്ചുറൽ ഐറ്റംസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടത്. എല്ലാ ഐറ്റംസും റവന്യൂ നാച്ചുറലുള്ള എല്ലാ ഐറ്റംസും അതുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയാൽ മതി. അതിൽ ആദ്യമായിട്ട് പേയ്മെൻറ്റ് സൈഡിലേക്ക് വരാൻ നമുക്ക്. അതിൽ ആദ്യമായിട്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റം റെൻ്റ് ആൻഡ് ടാക്സസ് ആണ്. 8,900. റെൻ്റ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ നാച്ചുറൽ ഐറ്റമാണ്. അപ്പോൾ റെൻ്റ് ആൻഡ് ടാക്സസ് എഴുതുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നിങ്ങൾക്കവിടെ രണ്ടാമത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായി നോട്ടിലേക്ക് എഴുതിയെടുക്കുക. അതിനുശേഷമാണ് ഇതിൻ്റെ സൊല്യൂഷൻ വീഡിയോ നിങ്ങൾ കാണേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം. ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആൻസർ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ദെൻ അതിൽ ഒന്നാമതായിട്ട് വരുന്ന ഐറ്റം റെൻ്റ് ആൻഡ് ടാക്സസ് ആണ്. റെൻ്റ് ആൻഡ് ടാക്സസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ആദ്യം. അതിൽ 8,900 റെൻ്റ് ആൻഡ് ടാക്സസ് കൊടുത്തിരിക്കുന്നത് പേയ്മെൻറ്റ് സൈഡിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് റെൻറ്റ് ഡ്യൂ കൊടുത്തിട്ടുണ്ട് 900 രൂപ. അപ്പോൾ റെൻറ്റ് ഡ്യൂ എന്ന് പറയുന്നത് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഈ വർഷം കൊടുക്കാനുള്ള റെൻ്റാണ്. ഈ വർഷം കൊടുക്കാനുള്ള റെൻ്റാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ്, അല്ലെങ്കിൽ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് 900 രൂപ. ദെൻ പിന്നീട് റെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൊടുത്തപ്പോൾ ആ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ നിങ്ങൾക്ക് കാണാം ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് കാണാം. അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ സാലറിയൊക്കെ കാണുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ സാധാരണയായിട്ട് ലെസ് ആണ് ചെയ്യേണ്ടത്. ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് 1,800. അങ്ങനെ ആഡ് ചെയ്യാനുള്ള റെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ലെസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ 8,000 രൂപയാണ് റെൻറ്റ് ആൻഡ് ടാക്സസ് ആയിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. പിന്നീട് രണ്ടാമത്തെ ഐറ്റം സാലറിയാണ്. സാലറിയുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാലറി എടുത്ത് എഴുതാം. മൂന്നാമതായിട്ട് വരുന്ന ഐറ്റം ലീഗൽ ചാർജസ് ആണ്. 850 ഒരു റവന്യൂ നാച്ചുറൽ ഐറ്റമാണ്. ലീഗൽ ചാർജസുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ലീഗൽ ചാർജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 150. നമുക്കറിയാം ലീഗൽ ചാർജസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 850 രൂപ കൊടുത്തിട്ടുണ്ട്.
150 രൂപ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്, ഇനിയും കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ആ കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 150, അങ്ങനെ ടോട്ടൽ 1000 റുപ്പീസാണ് ലീഗൽ ചാർജസ് ആയിട്ട് വരുന്നത്. പിന്നീട് വരുന്നത് ജനറൽ എക്സ്പെൻസസ് ആണ്. ജനറൽ എക്സ്പെൻസസുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും കൊടുത്തിട്ടില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ എക്സ്പെൻസസ് കാണിക്കാം. പിന്നീട് വരുന്ന ഒരു ഐറ്റം സ്പോർട്സ് മെറ്റീരിയൽ ആണ്. സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു റവന്യൂ നാച്ചുറലുള്ള ഐറ്റം അല്ല, അതൊരു ക്യാപിറ്റൽ നാച്ചുറലുള്ള ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ സ്പോർട്സ് മെറ്റീരിയൽസ് എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് വരുന്ന ഐറ്റം ഓഫീസ് എക്സ്പെൻസസ് ആണ്. ഓഫീസ് എക്സ്പെൻസസുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും കൊടുത്തിട്ടില്ല. അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കണം. ദെൻ ഓഫീസ് എക്സ്പെൻസസ് ഡയറക്റ്റായിട്ട് നമുക്ക് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ദെൻ പിന്നീട് വരുന്നൊരു ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഐറ്റമാണ്. ലോങ് ടേം ഐറ്റം എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ നാച്ചുറലുള്ള ഐറ്റം ആയിരിക്കും. ക്യാപിറ്റൽ നാച്ചുറലുള്ള ഐറ്റംസ് നമ്മൾ എവിടെ എടുക്കാറില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാറില്ല. പിന്നീട് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് ബാലൻസോ ബാങ്ക് ബാലൻസോ എടുക്കാറില്ല. ദെൻ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻകം സൈഡിലേക്ക് വരാം. ഇൻകം സൈഡിലേക്ക് റെസീപ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും ഓപ്പണിങ്ങിലുള്ള ക്യാഷും ബാങ്കിൻ്റെയും കൊടുത്തിട്ടുണ്ട്, നമ്മൾ സാധാരണ എടുക്കാറില്ല. പിന്നീട് വരുന്നത് അഡ്മിഷൻ ഫീസാണ്. അഡ്മിഷൻ ഫീസ് 5450 ആണ്. 5450 അതുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് അഡ്മിഷൻ ഫീസ് കാണിക്കാം 5450. പിന്നീട് വരുന്നത് ഡൊണേഷൻസ് ആണ്. ഡൊണേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഡൊണേഷൻ 4ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. ഡൊണേഷൻസ് ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. നമുക്ക് തന്നിരിക്കുന്ന കംപ്ലീറ്റ് ഡൊണേഷനും 13,500 ഡൊണേഷനും നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ്ഡ് ആക്കി മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാപിറ്റൽ നാച്ചുറലുള്ള ഐറ്റം ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞത് കൊണ്ട് തന്നെ ഡൊണേഷൻസ് ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡൊണേഷൻ്റെ എമൗണ്ട് എടുക്കാൻ പാടില്ല. ദെൻ പിന്നീട് വരുന്നൊരു ഐറ്റം സബ്സ്ക്രിപ്ഷൻസ് ആണ്. സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്. 23,000 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. 1ാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 1800 ഉണ്ട്. നമുക്കറിയാം നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ വർഷത്തെ അവസാനത്തിൽ സബ്സ്ക്രിപ്ഷൻ ഇനിയും കിട്ടാനുള്ളതാണ്. അങ്ങനെ കിട്ടാനുണ്ട് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം 1800 രൂപ. സബ്സ്ക്രിപ്ഷനായിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 23,000 കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 1800. ദെൻ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ തന്നിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് 800 രൂപ. എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ സാധാരണയായിട്ട് ലെസ് ചെയ്യുന്ന ഐറ്റമാണ്. അത് ഇവിടെയും ഇതേപോലെ തന്നെ എടുക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ചെയ്യേണ്ട ഐറ്റമാണ് ലെസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ്. സബ്സ്ക്രിപ്ഷൻ്റെ ബിഗിനിങ്ങിലുള്ള ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. 800 രൂപയാണ്. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 24,000 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. പിന്നീട് വരുന്ന അടുത്തൊരു ഐറ്റമാണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻട്രസ്റ്റ് നമുക്ക് ഡയറക്റ്റ് എഴുതാം. പിന്നീട് സ്പോർട്സ് ഫീസ് പറഞ്ഞിട്ടുണ്ട് ഒരു 1200 രൂപ. സ്പോർട്സ് ഫീസ് 1200 നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് എഴുതാം. ദെൻ പിന്നീട് നോക്കേണ്ടത് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റിനും കൂടെ ഒന്ന് ഓടിച്ച് നോക്കുക. 1ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. 2ാമത്തത് റെൻറ്റ് ഡ്യൂ ലീഗൽ ചാർജസും ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. 3ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ₹600 ഓൺ ഫർണിച്ചർ ആൻഡ് 4,000 ഓൺ സ്പോർട്സ് മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഐറ്റമോ അല്ലെങ്കിൽ സ്പോർട്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഐറ്റമോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാറില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് വരണം. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 600 രൂപയും ദെൻ സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ ഡിപ്രീസിയേഷൻ 4,000 രൂപയും, അങ്ങനെ ടോട്ടലായിട്ട് ഡിപ്രീസിയേഷനായിട്ട് വരുന്നത് 4,600 രൂപയാണ്. 4,600 രൂപ നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒന്ന് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാം. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് 1030 രൂപയാണ് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്. 1030 രൂപയാണ് ബാലൻസ് ആയിട്ട് വരുന്നത്. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് എങ്കിൽ അതിന് നമ്മൾ പറയുക സർപ്ലസ് എന്നാണ്.
1030 രൂപയാണ് നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 1030 രൂപയാണ് സർപ്ലസ് ആയിട്ട് വരിക. അവിടെ നിങ്ങൾ കാണിച്ചതായിട്ട് കാണാം എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഇൻകം ഓവർ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 1030 രൂപയാണ് സർപ്ലസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇതിന് ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാലൻസ് ഷീറ്റാണ്. ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റൊക്കെ കൃത്യമായിട്ടൊന്ന് വരഞ്ഞു വെക്കുക. ദെൻ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിലെ ഐറ്റത്തിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അസറ്റ് സൈഡിലേക്ക് വരുന്നു. അസറ്റ് സൈഡിൽ നേരത്തെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എടുക്കാത്ത ഐറ്റംസിനെ നമ്മൾ ഒന്ന് കൃത്യമായി കൺസിഡർ ചെയ്യണം. സ്പോർട്സ് മെറ്റീരിയൽസ് 6000 രൂപ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഒരു 35,000 രൂപ തന്നിട്ടുണ്ട്. ദെൻ സ്പോർട്സ് മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിപ്രീസിയേഷൻ പറയുന്നുണ്ടായിരുന്നു 4000 രൂപ. അപ്പോൾ ഇതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അസറ്റ് സൈഡിലേക്ക് ഓപ്പണിംഗ് സ്പോർട്സ് മെറ്റീരിയൽസ് ആയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ സ്പോർട്സ് മെറ്റീരിയൽസ് ആയിട്ട് 35,000 രൂപ കാണിക്കുക. ആഡ് ഈ വർഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ സ്പോർട്സ് മെറ്റീരിയൽസ് എന്ന് കാണാം 6000 രൂപയാണ്. അത് ഈ വർഷം പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ആഡ് പർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ 6000. ദെൻ പിന്നീട് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4000 ആണ്. ലെസ് ഡിപ്രീസിയേഷൻ 4000. നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണാം ഡിപ്രീസിയേഷൻ സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെത് 4000 ആണ്. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 37,000 രൂപയാണ്. പിന്നീട് അടുത്ത വരുന്ന ഒരു അസറ്റ് സൈഡിലേക്ക് വരുന്ന അടുത്ത ഐറ്റമാണ് ഫേർണിച്ചർ എന്ന് പറയുന്നത്. ഫേർണിച്ചർ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ 8,800 രൂപയുടെ ഫേർണിച്ചർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫേർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 600 രൂപ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫേർണിച്ചറിൽ നിന്നും 600 രൂപയുടെ ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷം 8,200 രൂപയാണ് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കേണ്ടത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ നേരത്തെ എടുത്തിട്ടില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാത്ത ഐറ്റമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഒരു ലോങ് ടേം ആയിട്ടാണ്, ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റമാണ്. 15,000 രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളിലേക്ക് വരണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ നിങ്ങൾ 2 പ്രാവശ്യം കൺസിഡർ ചെയ്യണം. ഒന്നുകിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാവാം, അല്ലെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലാവാം. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പ്രാവശ്യം അത് ബാലൻസ് ഷീറ്റിലും കൂടെ എടുക്കേണ്ടതുണ്ട്. നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ വീണ്ടും കൺസിഡർ ചെയ്യാം. അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആണ്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 1,800 ആണ്. 1,800 രൂപ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാനുള്ളതാണ്, ഈ വർഷം കിട്ടാനുള്ളതാണ്. അതൊരു അസറ്റാണ്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 1,800. ദെൻ പിന്നീട് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ബാങ്ക് ബാലൻസ് 8,000 രൂപയും അതുപോലെ ക്യാഷ് ബാലൻസ് 6,930 രൂപയും ആണ്, അസറ്റാണ്. ഇതെടുത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലാബിലിറ്റി സൈഡിലേക്ക് വരാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ പറയാം. റെൻറ്റ് ഡ്യൂ 900 രൂപ റെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്, കൊടുക്കാനായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അതൊരു ലാബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 900 രൂപ നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ ലീഗൽ ചാർജസ് ഔട്ട്സ്റ്റാൻഡിങ് 150 രൂപയാണ്, ഈ വർഷം കൊടുക്കാനുള്ളതാണ്. 150 രൂപ നമ്മൾ കാണിക്കുക. ഓക്കെ, ഈ 2 ഐറ്റംസും കാണിച്ചതിന് ശേഷം നമ്മൾ എവിടത്തേക്ക് വരാം, ക്യാപിറ്റൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലൂടെ നിങ്ങൾക്ക് അവിടെ ലാബിലിറ്റി സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണാം ക്യാപിറ്റൽ ഫണ്ട്. ഈ ഒരു ക്യാപിറ്റൽ നമ്മൾ സാധാരണ ഒരു ട്രേഡിംഗ് കൺസേൺസിൻ്റെ ക്യാപിറ്റൽ എഴുതുന്നത് പോലെ തന്നെ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ട് എഴുതേണ്ടതുണ്ട്. 61,350 രൂപയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ കണ്ടുപിടിച്ച സർപ്ലസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും ഇനി ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ലെസ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ 1,030 രൂപ സർപ്ലസ് ആണ്. ആ ഒരു സർപ്ലസ് നമ്മൾ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നീട് പറഞ്ഞിരിക്കുന്ന 4ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുക. ഡൊണേഷൻസ് ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറയുന്നുണ്ട്. ഡൊണേഷൻസിനെ ക്യാപിറ്റലാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡൊണേഷൻ്റെ എമൗണ്ട് കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം.
ഡൊണേഷൻസിൻ്റെ കംപ്ലീറ്റ് എമൗണ്ട് ഡൊണേഷൻസ് 13,500 ഈ ഒരു 13,500 രൂപയും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ സർപ്ലസ് ആഡ് ചെയ്യുകയും അതിൻ്റെ കൂടെ ഡൊണേഷൻ ആഡ് ചെയ്യുകയും ചെയ്തിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നു. 75,880 രൂപയാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ 76,930 രൂപയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ കിട്ടുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായി ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തരുകയും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തരുകയും ദെൻ അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.